80 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തിരുവല്ല നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നീന്തൽക്കുളം കൂത്താടി വളർത്തൽ കേന്ദ്രമായി മാറുന്നു. ജില്ലാ അക്വാട്ടിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 13 വർഷം മുൻപ് നിർമ്മിച്ച നീന്തൽക്കുളമാണ് അനാഥമായി കാട് കയറി നശിക്കുന്നത്. കൃത്യമായ പരിപാലനത്തിന് ഫണ്ട് തികയുന്നില്ല എന്നാണ് തിരുവല്ല നഗരസഭയുടെ വിശദീകരണം. പണിതുകുളമാക്കിയ ഒരു നീന്തൽക്കുളം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് തിരുവല്ലക്കാർ. ഇത് നീന്തൽക്കുളമാണോ അതോ കൊതുകു വളർത്തൽ കേന്ദ്രമാണോ എന്നാണ് തിരുവല്ലക്കാർ ഒന്നടങ്കം ചോദിക്കുന്നത്. KB ഗണേഷ് കുമാർ കായിക വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗമായി കുട്ടികളടക്കമുള്ളവർക്ക് നീന്തൽ പരിശീലനത്തിനായാണ് തിരുവല്ലയിൽ മനോഹരമായ നീന്തൽക്കുളം എന്ന ആശയം രൂപീകരിച്ചത്. പിന്നീട് നിർമ്മാണവും പൂർത്തീകരിച്ചു. കായിക വകുപ്പിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണ പ്രവൃത്തി. നിർമ്മാണത്തിലെ അപാകത മൂലം ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് ഉദ്ഘാടനം പോലും നടത്താൻ കഴിഞ്ഞില്ല. സ്വിമ്മിംഗ് പൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും കാശ് മുടക്കിയിട്ട് ഇത് ഒരു അനാഥപ്രദമായിട്ട് കുറച്ചു കാലമായി ഇങ്ങനെ കിടക്കുന്നു. നമ്മുടെ കാശ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇങ്ങനെ ചിലവാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിരിക്കുന്ന നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അധികൃതർ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 5 വർഷം മുൻപ് എഞ്ചിനീയറിംഗ് വിദഗ്ധരെത്തി കുളത്തിന്റെ ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമവും നടത്തി. ഇതിന്റെ ഭാഗമായി ചോർച്ച പരിഹരിക്കുന്നതിനും മേൽക്കൂര നിർമ്മിക്കുന്നതിനും ചുറ്റുമതിൽ കെട്ടുന്നതിനുമായി 2 ഗഡുക്കളായി നഗരസഭയിൽ നിന്നും 30 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. മേൽക്കൂര നിർമ്മാണവും ചുറ്റുമതിൽ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു. പക്ഷേ അടിസ്ഥാന പ്രശ്നമായ ചോർച്ച പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. 2024-25 ബഡ്ജറ്റിൽ 5 ലക്ഷം രൂപ ഇതിൻ്റെ പരിപാലനത്തിന് വേണ്ടി പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടി വക കൊള്ളിച്ചിട്ടുണ്ട്. അത് വെച്ച് ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കുളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും ഇലകളും മറ്റു മാലിന്യങ്ങളും വീണ് കൂത്താടികൾ പെറ്റുപെരുകുകയാണ്. ഇതുമൂലം കൊതുക് ശല്യം വർദ്ധിച്ചതായി സമീപവാസികളുടെ പരാതി. കുളത്തിനു ചുറ്റും കാട് വളർന്നതോടെ വിഷപ്പാമ്പുകളുടെ എണ്ണവും പെരുകി. ഇവിടെ നിന്നും ഇഴഞ്ഞെത്തുന്ന വിഷപ്പാമ്പുകൾ പുഷ്പഗിരി റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും സമീപത്തെ കുട്ടികളുടെ പാർക്കിനും ഭീഷണിയായി. കുളത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗയോഗ്യമാക്കാനുള്ള നടപടി നഗരസഭ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം ഈ വർഷത്തെ ബജറ്റിൽ കുളത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 5 ലക്ഷം രൂപ വകയിരുത്തിയതായാണ് നഗരസഭയുടെ വിശദീകരണം. സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച നീന്തൽക്കുളമാണ്. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, നിർമ്മാണത്തിൽ അപാകതയുണ്ടായാൽ നടപടിയെടുക്കേണ്ടതും സർക്കാരും വിജിലൻസും ഒക്കെയാണ്. കാര്യമായ രീതിയിൽ ഈ കരാറുകാരനെതിരെ ഒരു നടപടിയും എടുക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. നമ്മുടെ പണമാണ്, നികുതി പണമാണ്. അടിയന്തര നടപടി ഇക്കാര്യത്തിലും വേണം. നീന്തൽക്കുളം കൃത്യമായ രീതിയിൽ പരിപാലിക്കുകയും വേണം. സഞ്ജയ് ഇക്ബാലിനും സതീഷ് കുമാറിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. രാജേന്ദ്രൻ വയല പറയുന്നുണ്ട്, തിരുവല്ലയിലെ കൊതുക് കുളം പോലെ എത്രയോ പൊതുധനം പാഴാക്കുന്നു, ഇവിടെയും ഇത്തരത്തിൽ സ്ഥിതി നിലനിൽക്കുന്നു എന്നാണ് രാജേന്ദ്രൻ വയലയുടെ വിമർശനം. ദീർഘവീക്ഷണമില്ലാതെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ സർക്കാരിന് ബാധ്യതയാകുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവല്ലയിലെ ഈ നീന്തൽക്കുളം. പ്രതികരണങ്ങളിലേക്ക്. തിരുവല്ലയുടെ കണ്ണായ ഭാഗത്ത് ഇത്രയും സ്ഥലത്ത് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു നീന്തൽക്കുളം ഇന്ന് ഒരു അനാഥ പ്രേതമാതിരി കിടക്കുകയാണ്. ഇവിടെ മുഴുവനും കാട് കയറി ഇഴജന്തുക്കളുടെ ശല്യം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കൊതുക് പെരുകി തദ്ദേശ നിവാസികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണ്. അപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി 2 തവണകളായിട്ട് 15 30 ലക്ഷം രൂപ മുടക്കി. അങ്ങനെ 80 ലക്ഷം രൂപ മുടക്കിയ തിരുവല്ലയിലെ ഈ സ്വിമ്മിംഗ് പൂള് എങ്ങുമെത്താതെ ഇപ്പോൾ കൊതുകുവളർത്തൽ കേന്ദ്രമായി മാറി. ഇവിടുത്തെ പൊതുജനങ്ങളുടെ പൈസയാണ്, പക്ഷേ ഇത് സ്വിമ്മിംഗ് പൂൾ എങ്ങുമെത്താതെ കിടക്കുന്നു. അപ്പോൾ അടിയന്തരമായിട്ട് തന്നെ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ജില്ലാ കൗൺസിലിൻ്റെ ആവശ്യം. അത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത് ഉണ്ടാകട്ടെ.